ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മുടെ രാത്രിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് മീൻ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കപ്പയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഉച്ചക്കത്തേന് വെക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാനത് രാത്രിത്തേനുള്ള സ്പെഷ്യലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേവിച്ച് ഒരു 5-6 വിസിലൊക്കെ അടുപ്പിച്ചാണ് നല്ലത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മോൾ വശം ചിലതൊക്കെ വേരുകപ്പായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒത്തിരി നേരമായിട്ടുണ്ടായിട്ടോ. ഇനി അത് വെള്ളം കുടിക്കേണ്ടത് ഞാൻ അരിപ്പപ്പാത്രത്തിൽ കൊട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളെ വീട്ടിലെപ്പോഴും സ്പെഷ്യൽ കൂടുതലായിട്ടും വൈകുന്നേരം നേരത്താണല്ലോ. കൂടുതലും ചിക്കൻ ആയിരിക്കും ഇവിടെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട്. അപ്പോൾ പ്രാവശ്യം ചിക്കൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ മേടിക്കാൻ നല്ല വിലയാണ്, പക്ഷേ തിന്നാൻ കൊതിയായിട്ട് മേടിച്ചിട്ട് നല്ല തലക്കറി ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെപ്പോഴും മീൻ കറിയൊക്കെ വെക്കുന്നുള്ളതാണ് കേട്ടോ ഞാൻ മീൻ കറിയുടെ ഒന്നും കാണിക്കാത്തത്. ഇപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും ഒത്തിരി പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കപ്പൊക്കെ ദേ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാനുണ്ട്. കപ്പൻ ചമ്മന്തി ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ചെറുപ്പത്തിലാണ് കേട്ടോ. അന്ന് കൂടുതലായിട്ടും കപ്പ തന്നെ ആയിരുന്നല്ലോ എല്ലായിടത്തും. ഞാൻ ഏറ്റവും കൂടുതൽ കപ്പ തന്നെ, കപ്പൻ ചമ്മന്തിയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ പിന്നെ കഴിക്കാനൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് തെങ്ങും തോപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയി ഞങ്ങളിരുന്ന് ഫുഡൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അവിടെയൊക്കെ പോയി നിന്നാണ് ആഹാരമൊക്കെ കഴിക്കാറുള്ളതൊക്കെ എടുത്ത് പെറുക്കി വെളി കൊണ്ടുപോയിട്ട് കഴിക്കും. അതൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു നമുക്കിന്ന് പുറത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കാൻ, അങ്ങനെ ഒരു പ്ലാനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇക്കപ്പോൾ പുറത്ത് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ പോയിരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞേ. അങ്ങനെ അതിനുള്ളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നപ്പോൾ നാത്തൂൻ്റെ മോനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അവനുള്ളപ്പോഴാണ് കൂടുതൽ ഞങ്ങൾ പുറത്തിറങ്ങി ഇരിക്കാറ്, അല്ലെങ്കിൽ പിള്ളേരൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ മുളക് ഇങ്ങനെ തണുപ്പാക്കിയിട്ട് ആകെ ഒരു പൂപ്പൽ പോലെ ആയിട്ട് അപ്പോൾ ഒന്ന് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചമ്മന്തിക്ക് ആക്കിക്കൊണ്ടിരിക്കട്ടെ. ചമ്മന്തിക്ക് പുളിയുടെ ആവശ്യമില്ല കേട്ടോ, കാരണം എനിക്കറിയത്തില്ലേന്ന് പുളി അരയ്ക്കാൻ പറ്റില്ല. എനിക്ക് പറഞ്ഞു പുളിയൊന്നും വേണ്ട, ഇച്ചിരി സുറുക്ക് ഒഴിച്ച് അരച്ച് ഞാൻ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെയും കൂടെ പൊടിക്കൈ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ മൂപ്പിച്ചിട്ട് പിന്നെ നമുക്ക് മിക്സിക്കകത്ത് ഇച്ചിരി അതിൽ നിന്ന് വറുത്തിട്ടുള്ള എണ്ണയും കൂടെ അതിൽ ഒഴിക്കണം. എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുക. വെള്ളം ഇല്ലെങ്കിൽ സുറുക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം വേണമെന്നില്ല, എന്നാലും പൊടിക്കൊരു വെള്ളം കൂടെ ഒഴിച്ചാണെങ്കിൽ കുഴപ്പമില്ല. സുറുക്ക് ഒരുപാടും ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു മിക്സി അടിക്കുന്ന കൂട്ടത്തിൽ. ഒരുപാടൊന്നും ഞാൻ അരയ്ക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കൂടുതലും എനിക്കിഷ്ടം മറ്റേ കാന്താരി മുളക്, നമ്മുടെ കാന്താരിയുടെ ഒക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാന്താരി ഇല്ല കേട്ടോ, കുറേ കിട്ടിയിട്ട് നമുക്ക് കാന്താരി. ഇപ്പോൾ പച്ചയായിട്ടില്ല, ഉപ്പിലിട്ടൊക്കെ ആയിട്ടുള്ള ഞാൻ എടുക്കാറില്ലേ. അങ്ങനെ അതേ സുറുക്കൊക്കെ ഒഴിച്ച് അടിക്കുകയാണേ. വത്തലുമുളക് നല്ല അത്യാവശ്യം എരിവുള്ള വത്തലുമുളകാണ് കേട്ടോ. നമ്മൾ കാശ്മീരിയുടെ മുളക് ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് സാധാ മുളക്. പിന്നെ നമ്മളിവിടെ പഴുത്ത മുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഉണക്കിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നല്ല എരിവ് തോന്നാറുണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ തുറന്നങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല കുത്തലും ചുമക്കെ വന്നിട്ടുണ്ടായിരുന്നു, കാരണം അത്രയ്ക്ക് എരിവിൻ്റെ ഇത് വരുന്നുണ്ട്. ഫസലിനോടും വാത്തുവിനോടും കൂടിയാണ് കേട്ടോ ഞാൻ കിടന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ട്രൈപ്പോഡ് അവിടെ വെച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടെ അതിൻ്റെ ചുറ്റിനും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണേ. ഒന്നാതെ അത് കഷ്ടപ്പെട്ടാണ് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത്, കാരണം ഒന്നും വെക്കുമ്പോഴേക്കത് തലകുത്തനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഭയങ്കര എരിവ്, കുത്തൽ. കാരണം നമ്മൾ സാധാ പച്ചമുളക് പഴുത്തതും അതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട്, നല്ല എരിവാട്ടോ. അപ്പോൾ ഫസൽ പറഞ്ഞു അതിന് മാത്രം എരിവൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവനൊന്ന് നക്കാൻ കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസൽ ഇതേ നക്കി നോക്കിയിട്ട് നല്ല എരിവുണ്ട് പറഞ്ഞു. പക്ഷേ നമ്മൾ കപ്പയുടെ കൂടെ തിന്ന് കഴിയുമ്പോൾ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയും കൂടെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണെങ്കിൽ ഒത്തിരി എരിവ് തോന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ആ മൂപ്പിച്ച എണ്ണ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ കപ്പയുടെ കൂടെ കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. പിന്നെ ഞാൻ ഈ കപ്പ പറയുന്നത് നമ്മളിവിടെ കൊള്ളിയാണ് പറയാറ് കേട്ടോ. പിന്നെ വേറെ ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെയോ പേര് പറയാറുണ്ട്. ഇവിടെ നിന്ന് പിന്നെ കപ്പ എന്ന് ഞാൻ പറയാൻ തുടങ്ങിയത്. ഞങ്ങളിവിടെ കൊള്ളിയാണ് കേട്ടോ. അപ്പോൾ കഴിച്ച് വെച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ആ എരിവൊന്നും ഫീൽ ആവുന്നില്ല. പക്ഷേ ഞാൻ വെള്ളം കുടിച്ച നേരത്തെ എരിവ് വായെന്ന് വിട്ടു പോകണില്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ പാത്തു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടോ. പാത്തുവിന് കൊടുക്കാൻ പറ്റത്തില്ല, അമ്മാതിരി എരിവാണല്ലോ. പിന്നെ കപ്പ ഞാൻ ഇതുവരെ അങ്ങനെ കൊടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഗ്യാസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ഒരു തവണ കപ്പ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് പാത്തു വയറിന് പിടിക്കാതെ ഒരുപാട് ഛർദ്ദിക്കുക. ഞങ്ങൾ പോയി ആശുപത്രിയിൽ പോയി ട്രിപ്പ് ഇടയ്ക്ക് ചെയ്തുകൊണ്ട് പേടിച്ചിട്ട് പാത്തു ഞാൻ കപ്പ കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ അതേ ഉപ്പാക്കുള്ളത് കഴിക്കാൻ കൊടുത്തു. ഉപ്പാക്ക് ചമ്മന്തി ഞാൻ കുറച്ചേ വെച്ചുള്ളൂ. ഇപ്പോൾ ഈ പനിയും ചുമയും വന്നേ പിന്നെ ചുമ വിട്ടു പോയിട്ടില്ല. ആ സമയത്ത് എരിവും കൂടെ കഴിച്ച് ഞാൻ പറയണ്ടല്ലോ, അതുകൊണ്ട് പേരിനൊരു നുള്ളിന് ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ മീൻകറിയുടെ ചാറും കൊടുത്തിട്ടാ. ചാറ് ഇപ്പോൾ കഷ്ണം അങ്ങനെ കൂട്ടാറില്ല കേട്ടോ. ചാറ് മീൻകറിയോടെ വലിയ താല്പര്യമില്ല, എന്നാലും കോഴിക്കറി അങ്ങനെ കൂട്ടാറില്ല. എല്ലാത്തിൻ്റെയും ചാറ് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇതാ നമ്മൾ വെച്ച തലക്കറി കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ കാണിക്കാത്ത, ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മൾ വെക്കുന്നുള്ളൂ കേട്ടോ കാണിക്കാത്തത്. സത്യം പറഞ്ഞാൽ ഈ കപ്പ വെച്ചപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്ത് നല്ല മഴയും കൂടെ പെയ്യണേ നല്ല രസമായിരുന്നു എന്നാണ്. പക്ഷെ നമുക്ക് മഴ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല. രാത്രിയിലൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലേ, പകലൊക്കെ മഴ പെയ്യുമ്പോൾ ഇവർക്ക് കച്ചവടത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ബുദ്ധിമുട്ടാണെന്ന്. അത് ഓർത്തിട്ടാണ് നമ്മൾ മഴ രാത്രി മതി പകൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ മഴ പെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം വെയിലും കാര്യമൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ഒരുപാടങ്ങ് ചൂടും തോന്നില്ല, ചെറിയൊരു പുഴുക്കലൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് രാത്രി മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഴ പെയ്തുമ്പോൾ ആ ഒച്ച കേട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങാനായിട്ട് നല്ല
ഉറക്കം പെട്ടിരിക്കുന്ന പാതിരാത്രി സമയത്ത് ദേഹത്ത് വെള്ളം വന്ന് വീണുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാറ്റും മഴയുടെ കൂടെ ഒന്നിച്ചങ്ങോട്ട് വരുന്ന സമയത്ത് വീഴാറുണ്ടോ ഞങ്ങൾ ദേഹത്ത് എറിച്ചിലടിച്ച് വീഴും, ചാടി എണീക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് രാത്രി മഴ പെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ ആ ഒരു ചിന്ത മനസ്സിൽ വരും കേട്ടോ. അങ്ങനെ ഉപ്പാക്കുള്ള ചായയൊക്കെ കൊടുത്ത് ഞങ്ങൾ പുറത്ത് പതുക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ ഈ സൈഡിലോട്ടാണ് ആ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇച്ചു അപ്പോൾ ലൈറ്റിൻ്റെ ചുവട്ടിൽ പാറ്റ വന്നെന്നും പറഞ്ഞ് പാറ്റേനെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പാത്തുമ്മ ഇടയ്ക്ക് അവിടെ നിന്ന് എടുത്ത് എല്ലാവരും ചെരുപ്പെടുത്ത് പറമ്പൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ രാവിലെ അത് എടുക്കാൻ പറ്റത്തില്ല, കാരണം അങ്ങോട്ട് മൊത്തം ഇരുട്ടാണ്. കല്ലും മണ്ണും ചെരുപ്പും എല്ലാം എടുത്ത് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്കൂളുള്ള ദിവസം നമുക്ക് ഇതുപോലെ ഒന്നും വന്നിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം പിള്ളേർ പഠിക്കാനിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും വന്നിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ശനി ഞായറാഴ്ച തീരെ പറ്റത്തില്ല. ശനിയാഴ്ചയൊക്കെ ദിവസമേ പറ്റുള്ളൂ. ഞായറാഴ്ച നമ്മൾ പിറ്റേ സ്കൂൾക്കുള്ള വേണ്ടൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് അതും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവനുള്ളപ്പോഴാണ് ഞങ്ങൾ കൂടുതലും വന്നിരിക്കാറുള്ളത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് അവൻ ഷർട്ട് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം ഉള്ളപ്പോഴാണ് കൂടുതൽ രസം കേട്ടോ ഇതുപോലൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനായിട്ട്. ഇക്കാനെ കിട്ടാറില്ല, ഇക്ക ഇതിനൊന്നും വന്നിരിക്കാറില്ല കേട്ടോ. ഞാൻ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഇതുപോലെ എല്ലാവരും പിടിച്ച് പുറത്തിറക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം നോക്കിയിരുന്ന് കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം കോടങ്ങനെ മൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ, കാരണം മഴയ്ക്കുള്ളതാണോ എന്ന് അറിയത്തില്ല. അല്ല മഞ്ഞൊക്കെ ഉണ്ട്. നമ്മളിത് എഡിറ്റും കാര്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇരിക്കും. നല്ല രസമായിട്ട് അത് എഡിറ്റ് ചെയ്യാൻ നേരത്തെ കേട്ടോ ഞാൻ ഇത് കൂടുതലും കാണുന്നത്. ഇത്രയും വ്യൂ ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന്. ഇനി സമയം കളയാനായിട്ട് മക്കൾ പറഞ്ഞു നമുക്ക് പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്കുള്ളതെല്ലാം കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ കഴിക്കാൻ നിൽക്കാറില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് തൊട്ടും തോണ്ടിയൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. വെച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പള്ളക്ക് പോകും. പിന്നെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതീതം കുറച്ചെടുത്ത് പള്ളക്കിടും. ഇതൊക്കെ തന്നെയാണ് പരിപാടി. എന്നിട്ട് കുറേയൊക്കെ അത്യാവശ്യം വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്ക വന്നിട്ട് ഇനി കഴിക്കാച്ചിന് മാറ്റി. അപ്പോൾ പിള്ളേർക്കുള്ളതൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. ചമ്മന്തി പിള്ളേർക്ക് അധികം കൊടുക്കാനുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞു കുറച്ചുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ പുറത്തിറങ്ങിയിരുന്ന് തിന്നിട്ട്. അപ്പോൾ ഒരാളെ പാത്രത്തിൽ നിന്ന് ചമ്മന്തി എടുത്ത് എല്ലാവരും കൂടെ വാരി തിന്നിട്ടോ. അവരെല്ലാവരും പാത്രത്തിൽ നിന്ന് ഞാനും തിന്നുന്നുണ്ടായിരുന്നേ, കാരണം ചമ്മന്തി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് അറിയിക്കണേ. മഴ സമയത്തൊക്കെ കപ്പൻ്റെ ഒക്കെ കൂടെ തിന്നാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ. ഒന്നിപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, ഞാൻ വെറുതെ പറയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചൂട് കപ്പയും. പിന്നെ നമുക്ക് മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ മഴയെ ഞങ്ങൾ സ്കിപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. മഴയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പുറത്തിറങ്ങിയിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എല്ലാവരും പാത്രത്തിൽ തോണ്ടി കഴിച്ചോണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക വന്ന് ഞാനും കയറി കഴിക്കാൻ നിന്നിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഒന്ന് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. നല്ലതായിട്ട് പിന്നെ കാണാം. ബൈ, ടാറ്റാ.